പാപങ്ങളെ അല്ലാഹു തആല 3 കാറ്റഗറിയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു നിലക്കും പടച്ച തമ്പുരാൻ പുറത്തു തരാത്ത പാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇന്റെ 48-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹുവിനെ കൊണ്ട് ശിർക്ക് വെച്ച ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധനകൾ, ഇബാദത്തുകൾ അത് അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുമ്പോഴും അല്ലാഹുവിൻ്റെ അസ്മാഉകളിലും അഫ്ആലുകളിലും ദാത്തുകളിലും ദാത്തിലും മറ്റൊന്നിനെ ശിർക്ക് വെക്കാൻ പങ്കു ചേർക്കുമ്പോൾ അല്ലാഹു തആല അത് പുറത്തു തരില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്. അങ്ങനെ ഒരാൾ ശിർക്ക് ചെയ്താൽ അല്ലാഹു തആല പൊറുക്കണമെങ്കിൽ അയാൾ ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് വീണ്ടും കടന്നു വന്നാൽ മാത്രമേ അല്ലാഹു പുറത്തു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്ന ശിർക ലദുൽമുൻ അദീം. അത് വല്ലാത്തൊരു അക്രമമാണത്. അത് പടച്ചോൻ പൊറുക്കാത്തതാണ്. അതുകൊണ്ട് ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് വളരെ ഗൗരവമായി കൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയായിട്ട് അല്ലാഹു തആല നിശ്ചയിച്ചത് വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത ഏത് തെറ്റുകൾ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയാലും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും തൗബ ചെയ്യുകയും നിബന്ധനയോടെ കൂടെ തൗബ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു തആല ഒരു പക്ഷേ നമുക്ക് പുറത്തു തന്നേക്കാം. അതാണ് അല്ലാഹു പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി അതാണ്. എങ്കിലും മൂന്നാമത്തത് ദംബുൻ അസ്ഗർ, കൊച്ചു കൊച്ചു തെറ്റുകളാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ്. ഈ തെറ്റുകളൊക്കെ നേരത്തെ ആദ്യമായി ഞാൻ സൂചിപ്പിച്ച അക്ബറുൽ കബായിറും സബഉൽ മൂബിഖാത്തും ശിർക്കും അക്ബറുൽ കബായിറും ഒരാളിൽ വന്നിട്ടില്ലെങ്കിൽ, കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ വരുമ്പോഴേ അത് ചില കർമ്മങ്ങളെ കൊണ്ട്, ചില ആരാധനകളെ കൊണ്ട്, ചില ഇബാദത്തുകളെ കൊണ്ട് അല്ലാഹു തആല അത് കഴുകിക്കളയുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതായത് റസൂൽ പറഞ്ഞ അസ്സലവാത്തുൽ ഖംസു, 5 വഖത്ത് നമസ്കാരം മഗ്ഫിറത്തു ദുനൂബാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് സുബഹി നമസ്കാരം നിർവഹിച്ച് ഈ ജുമുഅ നമസ്കരിക്കുന്നത് വരെയുള്ള ഈ 2-3-4 മണിക്കൂറോളം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ജുമുഅ നമസ്കാരത്തോടു കൂടി അല്ലാഹു അത് പുറത്ത് തരുന്നു. ജുമുഅ നമസ്കാരത്തിന്റെ ശേഷം അസർ വരെ സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലാഹു അസർ നമസ്കാരത്തോടു കൂടി അത് പുറത്തു തരുന്നു. അതുപോലെ അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറത്തുൻ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ നമ്മളിൽ ജീവിതത്തിൽ ചെറിയ കൊച്ചു കൊച്ചു തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഈ ജുമുഅയോടുകൂടി ഒരാഴ്ചയുള്ള ചെറിയ കൊച്ചു തെറ്റുകളൊക്കെ അല്ലാഹു തആല പുറത്തു തരും എന്ന് പറയുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാനിലേക്ക് എത്തുമ്പോൾ ഈ റമദാനിന്റെ ഇടയിലുള്ള 11 മാസക്കാലത്തെ തെറ്റ്, കൊച്ചു കൊച്ചു തെറ്റുകൾ, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ചെറിയ തെറ്റുകൾ അല്ലാഹു തആല റമദാനോട് കൂടി പുറത്തു തരും. ഉംറയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വുളൂ ചെയ്യുമ്പോൾ അവസാനത്തെ തുള്ളി വെള്ളത്തോട് കൂടിയിട്ട് മുഖത്തും കണ്ണുകളും അതുകൊണ്ട് ചെയ്ത കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ പുറത്തു തരുമെന്ന് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് മനുഷ്യന്റെ തെറ്റുകളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വളരെ മർമ്മപ്രധാനമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശിർക്ക് ഏതായാലും അല്ലാഹു പുറത്തു തരില്ല. കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ഇബാദത്തോട് കൂടിയിട്ട് അല്ലാഹു തആല പുറത്തു തരും. പിന്നെ പശ്ചാത്താപം നടത്തേണ്ടത്, ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് അക്ബറുൽ കബായിർ, വൻ ദോഷങ്ങൾ ചെയ്യുമ്പോഴാണ്. ആ വൻ ദോഷങ്ങൾ ഏതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുകയും ആ വൻ ദോഷങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കാനുള്ള ശ്രമവുമാണ് നമ്മൾ നടത്തേണ്ടത്. സബഉൽ മൂബിഖാത്ത് നമുക്കറിയാം, 7 മഹാദോഷങ്ങൾ.
അത് ഒന്ന് ശിർക്കാണ്, മറ്റൊന്ന് സിഹറാണ്, മറ്റൊന്ന് നിരപരാധിയെ കൊല്ലലാണ്, മറ്റൊന്ന് പലിശ ഭക്ഷിക്കലാണ്, അനാഥകളുടെ സമ്പത്ത് ഭക്ഷിക്കലാണ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണ്, അപവാദം പറയലാണ്. ഈ 7 കാര്യങ്ങളാണ് സബുൽ മൂബിഖാത്ത്. ഈ സബുൽ മൂബിഖാത്തിൽ മാത്രം ഈ 7 ദോഷങ്ങളിൽ, കുറ്റങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അക്ബറുൽ കബായിർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ പറഞ്ഞത്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ആരോടോ ചോദിച്ചു, ഈ അക്ബറുൽ കബായിർ 7 മാത്രമാണോ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, അത് 70ഓളം ഉണ്ട്, അതുമല്ല 100ഓളം ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാം. 70ഓളം അല്ലെങ്കിൽ 100ഓളം അക്ബറുൽ കബായിർ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം ഏതാണെന്ന്, എന്നിട്ട് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം. ഉലമാക്കള് വളരെ ഇമ്പോർട്ടൻ്റ് ആയി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അക്ബറുൽ കബായിറിനെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അല്ലാഹു താലയോ അല്ലാഹുവോ റസൂലോ ഒരു കാര്യം, ഒരു തെറ്റ്, ആ തെറ്റ് ചെയ്താൽ ലഅനത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ശപിച്ചതാണ് തെറ്റ് ചെയ്യുന്നവർ. ആ തെറ്റ് ചെയ്യുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. അതുപോലെ ഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമാണ്. അതുപോലെ തന്നെ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. ഫിന്നാർ, അവർ നരകത്തിലാണ്. അതുപോലെ തന്നെ ലാ യൻദുറുല്ലാഹു, അല്ലാഹു അവരിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. വലാ യതകല്ലമു അലൈഹിം, അവരെ മൈൻഡ് ചെയ്യുകയില്ല. അതുപോലെ കുഫ്റുണ്ട്, കുഫ്റാണ്, അദാബുൻ ശദീദാണ്, അദാബുൻ അലീമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില തെറ്റുകളെ അല്ലാഹുവും അവന്റെ റസൂലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അക്ബറുൽ കബായിറിൽപ്പെട്ട തെറ്റുകളാണ്. അത് ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം. അത് അല്ലാഹു തആല പുറത്തു തരണമെങ്കിൽ നിബന്ധനയോടെ കൂടെയുള്ള തോബ നമ്മൾ ചെയ്യണം. എന്ന് പറയുമ്പോൾ തോബയ്ക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ടുള്ള തോബയാണ് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഇസ്തിഗ്ഫാർ നടത്തിയാലേ സ്വീകരിക്കുകയുള്ളൂ. ഈ 70 അല്ലെങ്കിൽ 100 ഉള്ള തെറ്റുകൾ അത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് എൻ്റെ ഇന്നത്തെ ഖുതുബയിലും ഇൻഷാ അല്ലാഹ് അവസരം ലഭിച്ചെങ്കിൽ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തുടർന്നുള്ള ഖുതുബയിലും അത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്ക്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങളാണ്, അത് വലിയ അക്ബറുൽ കബായിറാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാൻ യഖ്തഹഖും റിഇം മുസ്ലിമിൻ ബിയമീനിഹി, ഒരു മുസ്ലിമിന്റെ എന്തെങ്കിലും ഒരു അവകാശം, എന്തെങ്കിലും അവൻ്റെതായിട്ടുള്ള ഒരു സാധനം, അത് കള്ള സത്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കള്ള കേസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കളവായ രീതിയിൽ മധ്യസ്ഥങ്ങളോ മറ്റോ ചർച്ചകളോ നടത്തിക്കൊണ്ട് കൈവശപ്പെടുത്തിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നരകം അവന് നിർബന്ധമാണ്. മാത്രവുമല്ല വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അവനിക്ക് ഹറാമാണ്. അപ്പോ ഒരാൾ ചോദിച്ച്, അല്ല നബിയെ, അതൊരു ചെറിയൊരു സാധനമാണെങ്കിലോ? ചെറിയൊരു സാധനമേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് പോലെ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് കേസ് നടത്തിയതല്ല, അല്ലെങ്കിൽ ഒരു കടക്ക് വേണ്ടിയിട്ട് കേസ് നടത്തിയതല്ല, അല്ലെങ്കിൽ ഒരു വാഹനം കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് കള്ളക്കേസ് കൊടുത്തതല്ല. മറിച്ച് എന്തോ ഒരു നിസ്സാരമായൊരു കാര്യമാണ്, ഞാൻ വാശി പിടിച്ച് വാങ്ങിച്ചത് അവൻ്റെതാണെന്ന് എനിക്കറിയാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു മറുപടി ഉണ്ട്, വലൗ വഇൻ ഖദീബൻ മിൻ അറാഖ്, അറബികള് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരത്തിന്റെ കൊള്ളിയുണ്ട്, അറാഖ് എന്ന് അതിന് പറയാം. ആ അറാഖിന്റെ ചെറിയൊരു കട്ടമാണ് നീ അങ്ങനെ അവകാശവാദം ഉന്നയിച്ച് അവന്റെ സാധനം നീ പിടിച്ചതെടുത്തെങ്കിൽ അതുവരെ അതിന്റെ പരിധിയിൽ പെടുമെന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിസ്സാരമായി കാണുന്ന കാര്യം. ഈ ഹദീസ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്ന് വ്യാഖ്യാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ പരിധിയിൽ വരുന്നതാണ് കളവ് നടത്തല്, അതുപോലെ പിടിച്ചു പറിക്കുന്നത്, അതുപോലെ അതിനു വേണ്ടി കളവ് പറയുന്നത്, ചതിക്കൽ, ഏത് രൂപത്തിലുള്ള ചതിയാണെങ്കിലും ശരി ആ ചതി, അതുപോലെ ചതിക്ക് വേണ്ടി സഹായിക്കല്,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. മാത്രമല്ല അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത്, അതുപോലെ തന്നെ ചൂതാട്ടം നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെയും അതുപോലെ തന്നെ സ്പോർട്സുകളുടെയും കാലങ്ങൾ വരാൻ പോവാം. ഒരുപാട് കോർട്ടുകളൊക്കെ ധാരാളം സജീവമായി പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ കളികൾ, സ്പോർട്സുകൾ നടക്കും. പക്ഷേ ആ സ്പോർട്സിൻ്റെ പേരിൽ ബെറ്റ് വെച്ചുകൊണ്ട്, പന്തയം വെച്ചുകൊണ്ട് നമ്മൾ പൈസ സ്വീകരിക്കുമ്പോൾ, അത് കൈപ്പറ്റുമ്പോൾ, അത് പോക്കറ്റിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹറമ അലൈഹിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, ഹറമ അലൈഹിൽ ജന്ന, നരകം അവർക്ക് ഹറാമാണ്. വജബത്ത് അലൈഹിൽ നാർ, നരകം അവർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം വിരോധിച്ച ചൂതാട്ടം അത് നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഏർപ്പെട്ട് പോകരുത് എന്നതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതിരുകൾ, തർക്കങ്ങൾ സാധാരണയായി മനുഷ്യർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. അയൽവാസികൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, അടുത്ത പറമ്പുള്ളവർ തമ്മിൽ ഇങ്ങനെ അതിർത്തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരുത്തൻ്റെ സ്ഥലം, ഭൂമി അവകാശമില്ലാതെ ഞാൻ അവിഹിതമായിട്ട് ഞാൻ കൈവശപ്പെടുത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്താണെന്നറിയോ? ആ ഭൂമിയുടെ 7 ഭൂമി വരെ നാളെ പരലോകത്തു നിന്ന് അത് തീക്കട്ടയായിട്ട് എൻ്റെ കഴുത്തിലേക്ക് ധരിപ്പിക്കപ്പെടുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിൻ്റെ ഗൗരവം, എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് എന്ന്. അതുപോലെ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ബാപ്പ മരണപ്പെട്ടു പോയി, മക്കൾ 4-5 മക്കളുണ്ട്, എന്നിട്ടോ മൂത്ത മകൻ ആ സ്വത്തോഹരി ചെയ്യാതെ ഇങ്ങനെ വെക്കുക, അതിങ്ങനെ മൂപ്പറിങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. വളരെ തെറ്റാണ്. മറ്റൊരുത്തൻ്റെ അവകാശമാണ്. ബാപ്പ മരിച്ചതോടുകൂടി മക്കളിലേക്ക് അവകാശം തിരിയുമ്പോൾ ആ അവകാശം കൊടുക്കാതെ അത് അവകാശം തിരിയാതെ, അവകാശം കൊടുക്കാതെ കൈവശപ്പെടുത്തി വെക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹു മൻ അയ്യറൽ മനാറ, ലഅനല്ലാഹു മൻ അയ്യറൽ മനാറ. ഒരു അതിര് തർക്കത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ആ അതിരുകല്ല് മാറ്റി സ്ഥാപിച്ചു ഒരാൾ, ആ അതിരിൻ്റെ കല്ല് മാറ്റി സ്ഥാപിച്ചു ഒരാൾ, അയാൾ കുറച്ചങ്ങോട്ട് നീക്കി കുഴിച്ചിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവനെ പടച്ചോൻ ശപിച്ചിട്ടുണ്ട് എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊക്കെ ഹറമ അലൈഹിൽ ജന്ന, അവനിക്ക് സ്വർഗം ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പരിധിയിൽപ്പെടുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ് ഞാൻ പറഞ്ഞോട്ടെ. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹയാണ് ആ ഹദീസ് രേഖപ്പെടുത്തി വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, 3 ആള്, ആ 3 ആളോട് അല്ലാഹു തആല സംസാരിക്കുകയില്ല അന്ത്യദിനത്തിൽ. അവരിലേക്ക് വലാ യുസക്കീഹിം, അവരെ പരിശുദ്ധരാക്കുകയില്ല, അല്ലാഹു അവർ തിരിഞ്ഞു നോക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആരാണത്? ആരാണത്? സഹാബത്ത് ചോദിച്ചു, നബിയെ ആരൊക്കെയാണത്? റസൂൽ ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ പറയാ, ഹാബു വഹസിറു, കഷ്ടം തന്നെയാണ്, കഴിഞ്ഞു അവരുടെ കാര്യം. 3 ആളെ 3 കൂട്ടരിലേക്ക് അല്ലാഹു തആല തിരിഞ്ഞു നോക്കുകയില്ല, അവരെ അല്ലാഹു തആല മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ ആരാണ്? അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാൻ, ആരാണ്? അവരുടെ കാര്യം കഷ്ടം തന്നെയാണ്, അവരുടെ കാര്യം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് അവരുടെ കാര്യം സംസാരിക്കേണ്ടതില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കൂട്ടത്തിൽ നമ്മളാരും പെട്ടുമോ എന്ന്, നമ്മളാരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. റസൂല് പറഞ്ഞു ആരൊക്കെയാണ് അത് എന്ന്. റസൂല് പറയാണ്, ഒന്ന് അൽ മുസ്ബിലു വൽ മന്നാൻ, അൽ മുസ്ബിലു വൽ മന്നാൻ, അൽ മുസ്ബിലു വൽ മന്നാൻ, അൽ മുൻഫിഖു സിൽഅതുഹു ബിഖൽഖിൽ കാദിബി ബിഹലിഫിൽ കാദിബി എന്ന് റസൂല് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാല് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷൻ വളരെ നിസ്സാരാണ്, നമുക്കതൊരു ഫാഷനായിട്ടാണ് തോന്നാറുള്ളത്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചെടുക്കുന്നവനെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ എന്താണെന്നറിയോ?
വലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരോട് അല്ലാഹ് സംസാരിക്കൂല. അത് പറയുമ്പോൾ നമുക്കത്ര ഒരു ഗൗരവമായിട്ട് തോന്നാറില്ല. നോർമലായിട്ട് നമ്മൾ തള്ളിക്കളയും. നമ്മുടെ പാൻറ് അതുപോലെ നമ്മുടെ വസ്ത്രമൊക്കെ ഞെരിയാണിക്ക് താഴെയാണ്. ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അക്ബറുൽ കബാരിൽപ്പെട്ട തെറ്റാണത്. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഇത് അക്ബറുൽ കബാരിൽപ്പെട്ട തെറ്റാണ് എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത്. പാടില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അക്ബറുൽ കബാരിൽപ്പെട്ട ഇത് പടച്ചോനോട് അല്ലാഹുവേ ഞാൻ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു പോയിട്ടുണ്ട്, നീ എനിക്ക് പുറത്തു തരണേ എന്ന് പടച്ചോനോട് കരഞ്ഞ് യാചിക്കാതെ അല്ലാഹ് പുറത്തു തരില്ല എന്നാണ് ഈ സംഭവത്തെ പറ്റി, ഈ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ചെറിയ കാര്യമായിക്കൊണ്ട് നമ്മൾ കാണരുത്. പിന്നെ മറ്റു രണ്ടാളെ റസൂല് പറഞ്ഞത്, ഒന്ന് ചെയ്ത ധർമ്മങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറയാം. ഞാൻ അവിടെ ചെയ്തിക്ക് ഇത് ചെയ്തൊക്കെ മറ്റേത് ഇങ്ങനെ ചെയ്തതെല്ലാം ഇങ്ങനെ എടുത്തു പറയാം. അവനും അങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊന്ന് റസൂല് പറഞ്ഞത്, വഞ്ചിച്ചുകൊണ്ട് കള്ളസത്യം പറഞ്ഞുകൊണ്ട് സാധനം വിറ്റൊഴിക്കുന്ന ആളാണ്. അത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണശൈലിയിലാണ്. ശത്രുവിന്റെ കുത്ത് കിട്ടിയിട്ട് രക്തം ഇങ്ങനെ ഒഴുകുകയാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. ഒരുപാട് ആൾക്കാർ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ അവിടെ ബെഡിൽ കിടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്, സന്ദർശിക്കാൻ വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു യുവാവ് കടന്നു വന്നു. അയാൾ തിരിച്ചു വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചില്ല. തിരിച്ചു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അയാളുടെ വസ്ത്രമൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നിലത്തുകൂടി വലിയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ വസ്ത്രം അങ്ങനെയാണോ? നമ്മുടെ വസ്ത്രം അങ്ങനെയാണെങ്കിൽ ഗൗരവമായി നമ്മളത് കാണേണ്ടതുണ്ട്. നിലത്തുകൂടി വലിയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ച്, മോനെ ഒന്ന് ഇങ്ങോട്ട് വരൂ. എപ്പോഴാ സമയം എന്നറിയോ? മരിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരന്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറയാ, യാ ഇർഫഅ സൗബക ഫഇന്നഹു അബ്ഖാ ലിസൗബിക, മോനെ നിന്റെ വസ്ത്രം ഒന്ന് ഉയർത്തി ധരിക്കുക. കാരണം രണ്ട് കാര്യമുണ്ട് അതില്. ഒന്ന്, നിന്റെ വസ്ത്രം മ്ലേച്ഛമായ വസ്തുക്കളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ കഴിയും. അതൊന്നും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചാണകവും പശുവിൻ്റെ മൂത്രവും പട്ടിയുടെ കാഷ്ടവും ഒന്നും അതിലാകൂല. അതുകൊണ്ട് അതൊന്നും മണ്ണൊന്നും ആവില്ല എന്ന് പറയാം. റളിയല്ലാഹു അങ്ങനെയാ പറഞ്ഞത്. രണ്ടാമത്തത്, പടച്ചോന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, ആ തീയിൽ നിന്ന് നിനക്കത് രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് മോനെ നീ ഒന്ന് ഉയർത്തി ധരിക്കണം എന്ന് റസൂൽ പറഞ്ഞു. ഞെരിയാണിക്ക് താഴെ പാന്റ് ഉടുത്തവൻ, ഞെരിയാണിക്ക് താഴെ മുണ്ടുടുത്തവൻ, ഞെരിയാണിക്ക് താഴെ പൈജാമയിട്ടവൻ, എന്താവട്ടെ ഞെരിയാണിക്ക് താഴെ പുരുഷന്റെ വസ്ത്രം താണാൽ നരകത്തിലാണെന്ന് റസൂൽ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അക്ബറുൽ കബാരിൽ 2 മാത്രമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അടിസ്ഥാനത്തിൽ 68 ഇനിയും ബാക്കിയുണ്ട്. മറ്റ് സ്വഹാബത്ത് പറഞ്ഞ രീതിയിൽ 98 ഇനിയും ബാലൻസ് ആയി നിൽക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പഠിക്കണം, ഉൾക്കൊണ്ട് ജീവിക്കണം.